പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്ന ആ നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കാം. ഓരോ ദിനം കടന്നു വരും തോറും കർത്താവിൻ്റെ വരവും ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ച് കർത്താവിൻ്റെ നാമത്തിനായി കൂടുതൽ പ്രയോജനപ്പെട്ട് ഈ ദിനങ്ങളായി തീരാം. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർക്കാണ് ശക്തിയെ പുതുക്കുവാൻ കഴിയുന്നത്. അതായത് ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോവുകയും യൗവനക്കാർ ഇടറി വീഴുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ കാത്തിരിക്കുന്ന ജീവിതങ്ങൾക്ക് ശക്തിയെ പുതുക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ക്ഷീണിച്ചും തളർന്നും പോകുമ്പോൾ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന കർത്താവിൻ്റെ കൃപ ഹല്ലേലൂയ കൂടെയുള്ളവർക്ക് അപ്പൻ ഹല്ലേലൂയ ബലം തന്ന് ശക്തി തന്ന് ഹല്ലേലൂയ നയിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ അവർ ഹല്ലേലൂയ കഴുകന്മാരെ പോലെ ഹല്ലേലൂയ ചിറകടിച്ച് കയറും, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ കാത്തിരിക്കുവാണെങ്കിൽ പ്രിയ മക്കളെ ബലം പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഒരു കാത്തിരിപ്പ് എല്ലാവരും ജീവിതത്തിൽ ആവശ്യമാണ്. ഇന്നെന്താണ് നമ്മൾക്ക് കാത്തിരിക്കുവാൻ കഴിയുന്നില്ല, സമയം അതിനു വേണ്ടി വേറിട്ടിരിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കാത്തിരിക്കുവാണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടിയായി തീരും. ഹല്ലേലൂയ. നോക്കൂ, കാത്തിരിക്കുന്ന വ്യക്തിക്ക് ഹല്ലേലൂയ ഒരു വിഷയത്തിന്മേൽ ഇരിക്കുമ്പോൾ അവർക്ക് പ്രയാസമായി തോന്നും. പക്ഷേ ആ പ്രയാസം എന്താ, പിന്നീട് അത് ഹല്ലേലൂയ സന്തോഷത്തിലേക്ക് നയിക്കും. പ്രിയ മക്കളെ, ഈ ദിനങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധി ഹല്ലേലൂയ അല്പസമയം കാത്തിരുന്നത് എൻ്റെ വിഷയത്തിനപ്പ മറുപടി തരണമേ. ഹല്ലേലൂയ. അപ്പൻ്റെ സമയമാകുമ്പോൾ പ്രിയ മക്കളെ അത് നമുക്ക് നൽകി തരും. നമ്മുടെ സമയമല്ല, കർത്താവിൻ്റെ സമയം. ഹല്ലേലൂയ. സ്വല്പ സമയം ഹല്ലേലൂയ ദിനങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ തന്നെ ഹല്ലേലൂയ പല വിഷയങ്ങൾക്കും കാത്തിരിക്കേണ്ടി വരും. ഹല്ലേലൂയ. അബ്രഹാമിനോട് ഹല്ലേലൂയ വാഗ്ദത്തം പറഞ്ഞിട്ട് ഹല്ലേലൂയ വർഷങ്ങൾ കാത്തിരുന്നിട്ടാ ഒരു ഇസ്ഹാക്കിനെ ലഭിപ്പാൻ ഇടയായി തീർന്നത്. പ്രിയ മക്കളെ, ഈ ദിനങ്ങളിൽ നമുക്കും കാത്തിരിക്കാം. നമ്മുടെ വിഷയങ്ങൾക്ക് അപ്പൻ മറുപടി തരും. വിശ്വാസത്തിൽ മുന്നേറാം. ഹല്ലേലൂയ. നോക്കൂ, മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഹല്ലേലൂയ നമുക്ക് 5-ാം അധ്യായം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ പ്രിയ മക്കളെ. ഹല്ലേലൂയ 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവൾ ഹല്ലേലൂയ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഹല്ലേലൂയ അവള് ഏറിയ മുതൽ അവൾക്കുള്ളതെല്ലാം വിറ്റ്, പക്ഷേ യേശു അപ്പച്ചന്റെ ഹല്ലേലൂയ സാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് കാത്തിരുന്നപ്പോൾ ഹല്ലേലൂയ യേശു അപ്പനിൽ നിന്ന് ശക്തി പുറപ്പെടുവാൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ ഹല്ലേലൂയ. ഇതിപ്പോ വായിക്കുന്നുണ്ട്, 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒരു ഭേദവും വരാതെ ഹല്ലേലൂയ ഏറ്റവും പരവശയായിട്ട് അവൾ നടക്കുകയായിരുന്നു. ഹല്ലേലൂയ. അവൾക്ക് ഇനി ഒന്നും കഴിയത്തില്ല. നോക്കൂ, അവൾ ഹല്ലേലൂയ യേശുപ്പനെ കുറിച്ചൊരു വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ പലപ്പോഴും നമ്മളെ മാറ്റി നിർത്തുന്ന സന്ദർഭം. അവൾ അതൊന്നും ഹല്ലേലൂയ വകവച്ചില്ല. എനിക്ക് എൻ്റെ യേശുപ്പന്റെ വസ്ത്രം ഒന്ന് തൊടണം, എനിക്ക് സൗഖ്യം പ്രാപിക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കാത്തിരിക്കുന്നവർക്ക് അതിന്റെ ഫലം കാണുവാൻ ഇടയായി തീരും. നോക്കൂ, ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിൽക്കുവാൻ ഇടയായി. എൻ്റെ യേശുപ്പനെ ഒന്ന് തൊട്ടപ്പോൾ, അതായത് കാത്തിരുന്നു ഹല്ലേലൂയ അപ്പന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. അവിടെ അപ്പന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അവളുടെ ബാധ വിട്ടുമാറുവാൻ, അവൾ സ്വസ്ഥയായി തീരുവാൻ, അവിടെ ആ രക്തസ്രവം നിൽക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ, നമുക്കും വിശ്വാസത്തോടെ മുന്നേറാം. ഒന്ന് കാത്തിരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളൊന്ന് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിപ്പാൻ തയ്യാറാണോ? എങ്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അതറിയുവാൻ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു. ഹല്ലേലൂയ. നോക്കൂ, കാത്തിരിക്കുന്നവന്റെ മേൽ യേശു അപ്പച്ചന്റെ ശക്തി അയക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നിങ്ങൾ ഏത് വിഷയത്തെ മേൽ ഭാരത്തോടിരിക്കുന്നോ, നാളുകളായിട്ട് അപ്പന്റെ സന്നിധി ആ വിഷയം വെച്ചോ, ഹല്ലേലൂയ അപ്പന്റെ സാന്നിധ്യം അതിന്മേൽ അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. യേശു അപ്പന്റെ ശക്തി നമ്മുടെ മേൽ ഹല്ലേലൂയ ആവഹിക്കുമ്പോൾ പ്രിയ മക്കളെ
നമുക്ക് അത്ഭുതമാ നടക്കുന്നത്. നമ്മുടെ കുടുംബത്തില് ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയമാണോ അതിന്മേൽ അത്ഭുത പ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, അവളുടെ മേൽ ഹല്ലേലൂയ യേശുപ്പന്റെ ശക്തി പുറപ്പെട്ടപ്പോൾ അവളുടെ രക്തസ്രവം നിൽക്കുവാൻ ഇടയായെങ്കിൽ ഇന്നും അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഇന്നും പ്രവൃത്തി നടക്കുന്നുണ്ട്. വിശ്വാസം ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് പ്രിയ മക്കളെ? നമുക്ക് അപ്പന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നോക്കൂ, കാത്തിരിക്കുന്നവർക്ക് ഹല്ലേലൂയ പ്രയാസമായി തോന്നിയാൽ ഹല്ലേലൂയ അല്പസമയം ഹല്ലേലൂയ അതിനുവേണ്ടി വേറിട്ടിരുന്നാലും പ്രിയ മക്കളെ അവസാന നിമിഷത്തിൽ നമുക്ക് അത്ഭുത മറുപടി ഹല്ലേലൂയ, അതായത് ക്ഷീണിച്ച് തളർന്നു പോകാതെ ഹല്ലേലൂയ നമ്മുടെ വിഷയത്തിൽ മറുപടി കാണുവാൻ ഇടയായിത്തീരും. നോക്കൂ, കഴുകൻ മുകളിലോട്ടാണ് പറക്കുന്നത് പ്രിയ മക്കളെ. നമുക്കറിയാം അത് ചുറ്റിവട്ടം ഹല്ലേലൂയ അത് പറക്കുമ്പോൾ അതിന്റെ ചുറ്റുപാട് കാക്കകൾ മറ്റു കൊച്ചു കിളികളൊക്കെ കാണും. പക്ഷെ ഈ കാക്കകൾക്ക് എന്താണ് ഹല്ലേലൂയ ഒരു പരിധി വരെ മാത്രമേ ഹല്ലേലൂയ ആ ഉയരത്തിൽ പറക്കുവാൻ കഴിയത്തുള്ളൂ. ആ കഴുകനെ എന്താ കൊത്തിപ്പറിക്കുകയൊക്കെ ചെയ്യും. അതിന്റെ ആ ചിറകുകളിലൊക്കെ എന്താണ് ആ കാക്കയൊക്കെ വന്നിരിക്കും. പക്ഷേ അത് ഉയരങ്ങളിലേക്ക് അത് പറക്കും. ഹല്ലേലൂയ. കൂടുതൽ ഉയരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് പ്രിയ മക്കളെ, ആ കാക്കയ്ക്ക് പിന്നെ അവിടുത്തെ ഹല്ലേലൂയ ആ വായുസഞ്ചാരം ഒന്നും ലഭിക്കാതിരിക്കുമ്പോൾ, അതിന് ശ്വാസം ഹല്ലേലൂയ ലഭിക്കാതിരിക്കുമ്പോൾ അത് താഴേക്ക് അത് വീഴുന്ന ഹല്ലേലൂയ അത് ചത്തു വീഴുവാൻ ഇടയായിത്തീരും. പക്ഷേ പ്രിയ മക്കളെ, നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾ എത്ര ചെറുതായാലും അത് ഉയരങ്ങളിലേക്ക് അത് നാളുകൾ കാത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയ മക്കളെ അതിന് മറുപടി ലഭിക്കും. ഹല്ലേലൂയ. പലരും നമ്മളെ നിന്ദിക്കും. ഹല്ലേലൂയ, നീ നാളുകളായിട്ട് ഈ വിഷയത്തിന് വേണ്ടി കരയുകയല്ലേ? പ്രിയ മക്കളെ, അല്പസമയം കാത്തിരിക്കുവാൻ തയ്യാറാണോ? ഉയരങ്ങളിലേക്ക് ചെല്ലും തോറും ഹല്ലേലൂയ, അതായത് നമ്മുടെ വിഷയങ്ങൾക്ക് കാത്തിരിപ്പ് കൂടും തോറും ആ വിഷയത്തിന് അത്ഭുത മറുപടി ഹല്ലേലൂയ മനുഷ്യരുടെ മുന്നിൽ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ആശ്ചര്യം കൂറുമാർ ഹല്ലേലൂയ അത്ഭുത പ്രവൃത്തി അതിന്മേൽ കാണുവാൻ ഇടയായിത്തീരും. നമ്മൾ ഹല്ലേലൂയ മറ്റുള്ളവരെ പഴിക്കാനോ ദുഷിക്കാനോ ഒന്നും പോവല്ലേ. മറ്റുള്ളവർ എന്തും പറയട്ടെ ഹല്ലേലൂയ, നമ്മൾ അതിലൊന്നും ഇടപെടണ്ട. ഹല്ലേലൂയ. നാം നിന്ദകൾ സഹിച്ചാലും ഹല്ലേലൂയ നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി കരുതും. പ്രിയ മക്കളെ ഹല്ലേലൂയ, നമ്മെ കാക്കുന്ന അപ്പച്ചൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി അത്ഭുത പ്രവൃത്തി ചെയ്തു തരും. നിങ്ങൾ ഇന്ന് ഹല്ലേലൂയ ഒരു കാത്തിരിക്കുവാൻ ഹല്ലേലൂയ ഒന്നപ്പന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ അത് സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീരും. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഏത് രോഗമായാലും, ഏത് സാമ്പത്തികമായ വിഷയമായാലും, കുഞ്ഞുങ്ങളുടെ ഏത് വിഷയമായാലും, എന്ത് തന്നെയാവട്ടെ പ്രിയ മക്കളെ, അപ്പന്റെ സന്നിധി വെക്കുക. അപ്പൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർക്ക് ശക്തിയെ പുതുക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് കാത്തിരിപ്പ് പ്രയാസമായി തോന്നിയേക്കാം. പക്ഷേ ഹല്ലേലൂയ അത്ഭുത മറുപടി അപ്പൻ നമുക്ക് നൽകി തരും. പല ശോധനകളിൽ കൂടെ കടക്കേണ്ടി വന്നാലും ഹല്ലേലൂയ അത് വേദനകൾ അനുഭവിക്കേണ്ടി വന്നാലും പ്രിയ മക്കളെ അതിന്മേൽ ഹല്ലേലൂയ പിന്നീട് നമുക്ക് സന്തോഷം അനുഭവിപ്പാൻ ഇടയായിത്തീരും. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് ഏതെല്ലാം വിഷയത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നോ, നാളുകളായിട്ട് കർത്താവിന്റെ സന്നിധി വെച്ചിട്ട് ഹല്ലേലൂയ ഇനി അത് സാധിക്കില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ മാറി നിന്ന് ഹല്ലേലൂയ അപ്പാ അങ്ങ് അതിന്മേൽ പ്രവർത്തിക്കുന്നതാകിയാൽ നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. കാത്തിരിപ്പിന് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ഈ ദിനങ്ങളിൽ ഓരോ മക്കളും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് അത്ഭുത പ്രവൃത്തി കൊണ്ട് സന്തോഷിക്കുവാൻ ദൈവം സഹായിക്കുന്നതിനായി നന്ദി കർത്താവേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം, കൃപയെ പൊതിയണമേ. കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തുകയാണ്. പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെ സഹായിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കാത്തിരിക്കുക. ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം.